അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 17 ചൊവ്വാഴ്ച. അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രിയാകും. ആം ആദ്മി പാർട്ടിയുടെ MLA-മാരുടെ നിർണായക യോഗത്തിൽ അതിഷി മർലേനയെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ അതിഷിയുടെ പേര് നിർദ്ദേശിച്ചതിനെ തുടർന്ന് മറ്റ് MLA-മാരും തീരുമാനം അംഗീകരിക്കുകയായിരുന്നു. സുഷമ സ്വരാജിനും ഷീല ദീക്ഷിതിനും ശേഷം ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന മൂന്നാമത്തെ വനിതയാണ് അതിഷി. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹം ദഹിപ്പിച്ചത് സൌജന്യമായി കിട്ടിയ സ്ഥലത്താണെന്നും MLA-യും സന്നദ്ധ പ്രവർത്തകരുമാണ് അത് ചെയ്തതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന സർക്കാരിന്റെ കണക്കുകൾ ദുരിതാശ്വാസത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നതാണെന്നും സതീശൻ പറഞ്ഞു. SDRF മാനദണ്ഡമനുസരിച്ചല്ല മെമ്മോറാണ്ടമെന്നും ഇതിൽ വ്യക്തത വരുത്തണമെന്നും മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ടത് ഇങ്ങനെയല്ലെന്നും സർക്കാർ പുനർവിചിന്തനം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ദുരന്തമുഖത്തുള്ളവർക്ക് പണം ആവശ്യമുണ്ടെന്നും അഡ്വാൻസ് തുക കിട്ടിയിട്ടില്ലെന്നും പറഞ്ഞ സതീശൻ സർക്കാരിന് ഒരു പരാതിയുമില്ലെന്നും പിന്നെ ഞങ്ങൾ എങ്ങനെ പരാതിയുമായി പോകുമെന്നും ചോദിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ച തുകയുടെ ആക്ച്വൽ കണക്ക് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തെറ്റായ കണക്കുകൾ നൽകിയാൽ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന സഹായം പ്രതിസന്ധിയിലാകും. സർക്കാർ റിപ്പോർട്ടിൽ നൽകിയിട്ടുള്ള ആക്ച്വൽസ് എന്ന വാക്കിന്റെ അർത്ഥം ചിലവാക്കിയത് എന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിപ്പ ബാധിച്ച് യുവാവ് മരിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഹൈറിസ്ക് ഗണത്തിൽ ഉൾപ്പെട്ട 13 പേരുടെ സ്രവപരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. രോഗവ്യാപനം ഇല്ലെന്ന് ഉറപ്പാക്കാനാണ് ശ്രമമെന്നും രോഗവ്യാപനത്തിന് സാധ്യത കുറവാണെങ്കിലും ലക്ഷണമുള്ള മുഴുവൻ ആളുകളുടെയും സാമ്പിളുകൾ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മലപ്പുറത്ത് മങ്കി പോക്സ് രോഗലക്ഷണത്തോടെ യുവാവിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ സ്രവ സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലേക്ക് അയച്ചു. രോഗലക്ഷണമുള്ള യുവാവ് നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഇന്നലെയാണ് വിദേശത്തുനിന്നും എത്തിയ യുവാവിനെ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിജീവനത്തിനായി ചൂരൽമലയിലെ തോട്ടം തൊഴിലാളികൾ വീണ്ടും പണിക്കിറങ്ങി. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ഇതാദ്യമായാണ് ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ തൊഴിലാളികൾ എത്തുന്നത്. ഉരുൾപൊട്ടലിൽ മരിച്ചവർക്കായുള്ള അനുശോചന യോഗത്തോടെയാണ് പണികൾ തുടങ്ങിയത്. വിളവെടുപ്പ് ജോലികൾ പുനരാരംഭിക്കുന്നതിന് അനുമതി തേടി കമ്പനി സർക്കാരിനെ സമീപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രണങ്ങളോടെ ജോലികൾ തുടങ്ങുന്നതിന് സർക്കാർ അനുമതി നൽകുകയായിരുന്നു. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം. സുപ്രീംകോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 2017 ഫെബ്രുവരി 23 ജയിലിലായ സുനിക്ക് 7.5 വർഷത്തിന് ശേഷമാണ് ജാമ്യം ലഭിക്കുന്നത്. പൾസർ സുനിക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള സുപ്രീംകോടതിയുടെ വിധിയിൽ വിചാരണ കോടതിക്ക് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനി എത്ര തവണ ജാമ്യത്തിനായി കോടതി കയറണമെന്ന് സുപ്രീംകോടതി ചോദിച്ചു. കടുത്ത ഉപാധികൾക്കായി സംസ്ഥാനത്തിന് വാദിക്കാമെന്നും എന്നാൽ വിചാരണ ഇത്രയും വൈകുന്നത് അംഗീകരിക്കാനാകില്ലെന്നും സുപ്രീംകോടതി പറഞ്ഞു. പൾസർ സുനിയിൽ നിന്ന് 25,000 രൂപ ചിലവ് ഈടാക്കിയ ഹൈക്കോടതി നടപടി ഒഴിവാക്കാമായിരുന്നുവെന്നും തൽക്കാലം ഇതിൽ ഇടപെടുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. പൾസർ സുനിക്ക് ജാമ്യം നൽകിയത് സുപ്രീംകോടതിയുടെ സ്വാഭാവിക നടപടിയായിട്ടാണ് കാണുന്നതെന്ന് നടിയുടെ അഭിഭാഷകയായ TB മിനി പറഞ്ഞു.
തെളിവുകൾ നശിപ്പിക്കാതിരിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാതിരിക്കാനോയുള്ള മുൻകരുതലുകളുടെ ഭാഗമായാണ് പലപ്പോഴും കോടതി ജാമ്യം നിഷേധിക്കുക. ഇവിടെ സാക്ഷിവിസ്താരം ഉൾപ്പെടെ പൂർത്തിയായതാണ്. അതിനാൽ തന്നെ ഈ കേസിൽ എല്ലാവരെയും വിസ്തരിച്ച് കഴിഞ്ഞതിനാലായിരിക്കാം സുപ്രീംകോടതി ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നാണ് വിചാരിക്കുന്നതെന്നും TB മിനി പറഞ്ഞു. ജയിലിൽ തുച്ഛമായ ശമ്പളം വാങ്ങുന്ന പൾസർ സുനിക്ക് സുപ്രീംകോടതിയിൽ പോകാൻ ലക്ഷങ്ങൾ മുടക്കിയതാരാണെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര. ജയിലിൽ നിന്നിറങ്ങുന്നതോടെ ദിലീപ് അടക്കം ഈ കേസിൽ പ്രബലന്മാരായി നിൽക്കുന്ന ആളുകളെ സഹായിക്കാനായി പൾസർ സുനി 100% ശ്രമിക്കുമെന്നും ബൈജു കൊട്ടാരക്കര വ്യക്തമാക്കി. സംവിധായകൻ ആഷിഖ് അബു ഉൾപ്പെടെയുള്ളവർ ചേർന്ന് രൂപീകരിക്കുന്ന പുതിയ സംഘടനയായ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സിൽ ചേരുമെന്ന് സംവിധായകൻ വിനയൻ. നിലവിൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽ അംഗമാണ്. സംവിധായകനെന്ന നിലയിൽ പുതിയ സംഘടനയുമായി ചേരുന്ന കാര്യം ആലോചിക്കുമെന്നും വിനയൻ കൂട്ടിച്ചേർത്തു. നിഷ്പക്ഷവും പുരോഗമനപരവുമായി ചിന്തിക്കുന്ന സിനിമാ സംഘടന നല്ലതാണ്. സംഘടനകളെ ഹൈജാക്ക് ചെയ്ത് നേതാക്കൾ സ്വന്തം കാര്യസാധ്യത്തിനായി ഉപയോഗിക്കുന്ന അവസ്ഥ മാറണമെന്നും വിനയൻ പറഞ്ഞു. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട് കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ കാർ ഓടിച്ച പ്രതിയായ അജ്മലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ഇതിനുശേഷം ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ ഗംഗാവലി പുഴയിൽ നടത്തുന്ന തിരച്ചിലിനായി ഡ്രെഡ്ജറുമായുള്ള ടഗ് ബോട്ട് ഗോവയിൽ നിന്ന് പുറപ്പെട്ടു. ഡ്രെഡ്ജർ എത്തിച്ച് പുഴയിലെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടായിരിക്കും തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുക. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 74ാം പിറന്നാൾ. പ്രധാനമന്ത്രിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് എല്ലാ വർഷവും BJP സംഘടിപ്പിക്കുന്ന സേവാ പർവ് എന്ന ആഘോഷത്തിന് ഇന്ന് തുടക്കമാകും. ഇതിന്റെ ഭാഗമായി BJP പ്രവർത്തകർ രാജ്യത്തുടനീളം രക്തദാന ക്യാമ്പുകളും ശുചിത്വ ഡ്രൈവുകളും സംഘടിപ്പിക്കും. സേവാ പർവ് 2 ആഴ്ച നീണ്ടുനിൽക്കും. UPയിലെ ഹാത്രസിൽ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കാനുള്ള യാത്രക്കിടെ അറസ്റ്റിലായ മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി സുപ്രീംകോടതിയെ സമീപിച്ചു. പാസ്പോർട്ടും കേരള പത്രപ്രവർത്തക യൂണിയൻ അംഗത്വ രേഖയും അടക്കം തിരികെ നൽകാൻ നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം. സിദ്ദിഖിന്റെ ആവശ്യത്തിൽ സുപ്രീംകോടതി ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിലപാട് തേടി. 3ാം മോദി സർക്കാർ അധികാരത്തിലേറി 100 ദിനങ്ങൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ റിപ്പോർട്ട് കാർഡ് പുറത്തുവിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 3ാം തവണയും അധികാരത്തിലേറിയ NDA സർക്കാർ ആദ്യ 100 ദിവസത്തിനുള്ളിൽ 15 ലക്ഷം കോടിയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയെന്ന് അമിത്ഷാ പറഞ്ഞു. കഴിഞ്ഞ 60 വർഷത്തിനിടെ ആദ്യമായി രാജ്യം രാഷ്ട്രീയ സ്ഥിരതയ്ക്കും നട്ടെല്ലുള്ള വിദേശ നയത്തിനും സാക്ഷ്യം വഹിക്കുകയാണെന്നും അമിത്ഷാ പറഞ്ഞു. കാവാലയ്യ ഗാനത്തിന്റെ കൊറിയോഗ്രാഫറും ദേശീയ അവാർഡ് ജേതാവുമായ ജാനി മാസ്റ്റർ എന്നറിയപ്പെടുന്ന ജാനിക്കെതിരെ ലൈംഗിക പീഡന കേസ്. ഒരു സ്ത്രീ നൽകിയ പരാതിയിൽ തെലുങ്ക് ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് രൂപീകരിച്ച ഇന്റേണൽ കമ്മിറ്റി പരിശോധിച്ച് നടപടിയെടുക്കും എന്നാണ് വിവരം. സിനിമാ രംഗത്തു നിന്നും വിലക്കടക്കം പ്രതീക്ഷിക്കാം എന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആഗ്ര വാരാണസി വന്ദേഭാരത് എക്സ്പ്രസ് ഉദ്ഘാടന ചടങ്ങിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് BJPയുടെ വനിതാ MLA ട്രാക്കിലേക്ക് വീണു. ഇറ്റാവ MLA സരിത ബദൌരിയയാണ് റെയിൽവേ ട്രാക്കിൽ വീണത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രെയിൻ വെർച്വൽ ഉദ്ഘാടനം ചെയ്തതിനു ശേഷമായിരുന്നു സംഭവം. BJP MLA പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ പച്ചക്കൊടി പിടിച്ച ഒരു കൂട്ടം ആളുകൾ എത്തിയതോടെയാണ് തിരക്കുണ്ടായത്. സൗദി അറേബ്യയിൽ തുറസായ സ്ഥലങ്ങളിൽ നട്ടുച്ച ജോലിക്ക് ഏർപ്പെടുത്തിയിരുന്ന നിരോധന കാലയളവ് അവസാനിച്ചു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് 3 മാസ സമയപരിധി അവസാനിച്ചത്. വേനൽ കടുത്തപ്പോൾ സൂര്യതാപത്തിൽ നിന്ന് തൊഴിലാളികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായിരുന്നു തുറസായ സ്ഥലങ്ങളിൽ നട്ടുച്ച ജോലിക്ക് 3 മാസത്തേക്ക് നിരോധനമേർപ്പെടുത്തിയിരുന്നത്. റിയാദിൽ സൈനിക വസ്ത്രങ്ങൾ വിൽക്കുന്നതിനും തയ്ക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ലംഘിച്ച് പ്രവർത്തിച്ച കടകളിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 3000 സൈനിക റാങ്കുകളും ചിഹ്നങ്ങളും പിടികൂടി. ലൈസൻസ് ഇല്ലാതെ സൈനിക വസ്ത്രങ്ങൾ തുന്നിയ 6 അനധികൃത കടകൾ അടച്ചുപൂട്ടുകയും ചെയ്തു.
അഫ്ഗാനിസ്ഥാനിലെ പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിൻ താലിബാൻ ഭരണകൂടം നിർത്തിവെച്ചതായി UN അറിയിച്ചു. പോളിയോ നിർമ്മാർജ്ജനത്തിന് താലിബാന്റെ നടപടി വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നും താലിബാന്റെ തീരുമാനം മേഖലയിലും മറ്റ് രാജ്യങ്ങളിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും UN മുന്നറിയിപ്പ് നൽകി. താലിബാൻ ഇത്തരമൊരു തീരുമാനം സ്വീകരിക്കാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ലെന്നും താലിബാൻ നിയന്ത്രിത സർക്കാരിൽ നിന്ന് ഔദ്യോഗികമായ പ്രതികരണം ലഭിച്ചിട്ടില്ലെന്നും UN വ്യക്തമാക്കി. കോവിഡ്-19 മഹാമാരിയെ തുടർന്ന് പ്രാബല്യത്തിൽ വന്ന വർക്ക് ഫ്രം ഹോം സംവിധാനം അവസാനിപ്പിക്കാനൊരുങ്ങി ആമസോൺ. 2025 ജനുവരി 2 മുതൽ ജീവനക്കാർ ആഴ്ചയിൽ 5 ദിവസവും ഓഫീസിലെത്തണം എന്ന് കാണിച്ച് CEO ആൻഡി ജാസി തൊഴിലാളികൾക്ക് സുദീർഘമായ കത്തെഴുതിയിരിക്കുകയാണ്. ഈ മാസം 14-ന് സൂര്യനിൽ നിന്ന് അതിശക്തമായ സൗരജ്വാലയുണ്ടായതായി സ്ഥിരീകരിച്ച് നാസ. സൂര്യൻ തീത്തുപ്പുന്ന ചിത്രം സഹിതമാണ് നാസ ഈ ഞെട്ടിക്കുന്ന കാഴ്ച ശാസ്ത്രലോകത്തെ അറിയിച്ചത്. 14-ാം തീയതി ഈസ്റ്റേൺ ടൈം രാവിലെ 11:29 സൗരജ്വാല പാരമ്യത്തിലെത്തിയത്. നാസയുടെ ബഹിരാകാശ പേടകമായ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററിയാണ് സൗരജ്വാലയുടെ ചിത്രം പകർത്തിയത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.